ചോദ്യം: ഏതാണ് അമിതാർത്തവം? ഉത്തരം: ഹൈള് നിഫാസ് അല്ലാത്തപ്പോൾ രോഗം കാരണമായി ഗർഭാശയത്തിൽ നിന്ന് വരുന്ന രക്തമാണിത്. ഇതിന് രക്തസ്രാവമെന്നും ബ്ലീഡിംഗ് എന്നും പറയപ്പെടുന്നു. ചോദ്യം: ഈ രക്തം ഹൈള് നിഫാസിനോട് തുടർന്നു വരണമോ? ഉത്തരം: വരണമെന്നില്ല. ഹൈള് ഉണ്ടാവുന്ന പ്രായമെത്താത്ത കുട്ടികളിലും ഇനി ഹൈളുണ്ടാവുമെന്ന് പ്രതീക്ഷയില്ലാത്ത വൃദ്ധകൾക്കും ഇസ്തിഹാലത്ത് ഉണ്ടാവാം. ചോദ്യം: ആർത്തവ പ്രായമെത്തിയ പെൺകുട്ടിയുടെ രക്തസ്രാവം 15 ദിവസത്തേക്കാൾ കൂടുതലാവുകയും ഹൈലും ഇസ്തിഹാലത്തും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ എന്തു ചെയ്യണം? ഉത്തരം: മുഴുവൻ രക്തവും ഒരേ രൂപത്തിൽ കാണുകയും കട്ടിയുള്ളതാണെങ്കിൽ മുഴുവൻ കട്ടിയുള്ളത്, ക്ഷയിച്ചതാണെങ്കിൽ മുഴുവൻ ക്ഷയിച്ചത് വേർതിരിച്ച് അറിയാനുള്ള ഒരു മാർഗവുമില്ലാതെ വന്നാൽ ഒരു ദിവസം മാത്രം 24 മണിക്കൂർ ഹൈലായി പരിഗണിക്കുകയും ബാക്കി ദിവസങ്ങളിൽ ശുദ്ധിയായും ഗണിക്കേണ്ടതാണ്. ഹൈലിൻ്റെ ചുരുങ്ങിയ ഈ ദിവസം അവൾക്ക് നിസ്കാരം നിർബന്ധമില്ലെന്ന കാര്യം വ്യക്തമാണല്ലോ. മറ്റുള്ള ദിവസങ്ങൾ ഹൈലാണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ആ ദിവസങ്ങൾ ശുദ്ധിയായി പരിഗണിക്കേണ്ടതും നിസ്കാരവും മറ്റാരാധനകളും നിർവഹിക്കേണ്ടതുമാണ്. ചോദ്യം: രക്തസ്രാവം ഉണ്ടാവുകയും 15 ദിവസം വിട്ടുകിടക്കുകയും കട്ടി കുറഞ്ഞതും കൂടിയതുമായ രക്തം വിവേചിച്ചറിയുകയും ചെയ്തയാളുടെ വിധി? ഉത്തരം: കട്ടി കൂടിയ രക്തം ഹൈലും കുറഞ്ഞത് ഇസ്തിഹാലത്തുമായി പരിഗണിക്കണം. കട്ടിയേറിയത് ഹൈലാകാൻ ചില നിബന്ധനകളുണ്ട്. 1. കട്ടി കൂടിയത് 24 മണിക്കൂറിനേക്കാൾ കുറയാതിരിക്കുക. 2. അത് 15 ദിവസത്തേക്കാൾ അധികരിക്കാതിരിക്കുക. 3. കട്ടി കുറഞ്ഞത് ശുദ്ധിയുടെ ഏറ്റവും കുറഞ്ഞ ദിവസമായ 15-ൽ ചുരുങ്ങാതിരിക്കുക. ചോദ്യം: രക്തത്തിൻ്റെ കട്ടി എങ്ങനെയാണ് മനസ്സിലാക്കുക? ഉത്തരം: നിറം നോക്കിയാണ് മനസ്സിലാക്കുക. ഏറ്റവും കട്ടി കറുപ്പിനാണ്, പിന്നീട് ചുവപ്പും മഞ്ഞ കലർപ്പുള്ളതും. ദുർഗന്ധവും കട്ടിയുടെ അടയാളമാണ്. ചോദ്യം: ഒരു ദിവസം കറുപ്പ് രക്തവും മാസങ്ങളോളം ചുവപ്പ് രക്തവും കണ്ടാൽ ഒരു ദിവസം മാത്രമാണോ ആർത്തവരക്തം? ഉത്തരം: അതെ, മേൽപ്പറഞ്ഞ നിയമപ്രകാരം അങ്ങനെയാണ്. ചോദ്യം: 10 ദിവസം കറുപ്പും 10 ദിവസം ചുവപ്പും രക്തം പുറപ്പെട്ടാലോ? ഉത്തരം: 10 ദിവസം ആർത്തവവും 10 ദിവസം ഇസ്തിഹാലത്തുമാണ്. ചോദ്യം: 24 മണിക്കൂറിൽ കറുപ്പും ശേഷം ചുവപ്പും പുറപ്പെട്ട് 15 ദിവസത്തിനകം മുറിഞ്ഞാലോ? ഉത്തരം: മുഴുവൻ ആർത്തവമാണ്. 16-ാം ദിവസത്തിലേക്ക് കടന്നാൽ കറുപ്പ് മാത്രം ആർത്തവമാണെന്ന് മനസ്സിലാക്കി ചുവപ്പ് രക്തം പുറപ്പെട്ട ദിവസങ്ങളിലെ നിസ്കാരം മുഴുവൻ ഖളാ വീട്ടണം. ചോദ്യം: അടുത്ത മാസവും ഒരു ദിനം കറുപ്പ് കണ്ടു, പിന്നെ ചുവപ്പായാൽ ചുവപ്പ് ഇസ്തിഹാലത്താണെന്ന് മനസ്സിലാക്കാമോ? ഉത്തരം: അതെ, ചുവപ്പ് കാണാൻ തുടങ്ങിയത് മുതൽ തന്നെ ഇസ്തിഹാലത്താണെന്ന് മനസ്സിലാക്കി ആരാധനകൾ നിർവഹിക്കൽ നിർബന്ധമാണ്. ചോദ്യം: പിന്നീട് 15 ദിവസത്തിനുള്ളിൽ ചുവപ്പ് രക്തം നിലച്ചാലോ? ഉത്തരം: കറുപ്പും ചുവപ്പും ആർത്തവമാണെന്ന് മനസ്സിലാക്കണം. തത്സമയം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഖളാ വീട്ടണം. ചോദ്യം: കട്ടി കൂടിയത്, മിതമായത്, കുറഞ്ഞത് എന്നിങ്ങനെ 3 വിധത്തിൽ രക്തം പുറപ്പെട്ടാൽ ഏതെല്ലാമാണ് ഹൈള്? ഉത്തരം: ആദ്യത്തെ 2 ഹൈളാണ്, താഴെ പറയുന്ന 3 നിബന്ധനകളോടെ. 1. കട്ടി കൂടിയത് ആദ്യം പുറപ്പെടുക. 2. മിതമായത് അതിനോട് ചേർന്നു വരിക. 3. ഈ 2 ഇനവും കൂടി 15 ദിവസത്തിനേക്കാൾ കൂടാതിരിക്കുക. പ്രസ്തുത നിബന്ധനകളിൽ ഒന്നില്ലാതായാൽ കട്ടി കൂടിയ ആദ്യത്തെ ഇനം മാത്രം ഹൈലും ബാക്കി മുഴുവൻ ഇസ്തിഹാലത്തുമാണ്. ചോദ്യം: ജീവിതത്തിൽ ആദ്യമായി പുറപ്പെട്ട രക്തം 15-നേക്കാൾ അധികരിച്ചു. അതിന് വ്യത്യസ്ത രൂപമില്ല, ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞില്ല. എന്തു ചെയ്യണം? ഉത്തരം: രക്തം പുറപ്പെടാൻ തുടങ്ങിയ സമയം അറിയുമെങ്കിൽ അതുമുതൽ ഒരു ദിവസം ഹൈലാണെന്നും ബാക്കി ദിവസം ഇസ്തിഹാലത്താണെന്നും വെക്കേണ്ടതാണ്. എങ്കിലും ആദ്യത്തെ മാസത്തിൽ 15 ദിവസം വരെ നിശ്ചിത ആരാധനകൾ ഉപേക്ഷിച്ചുകൊണ്ട് രക്തം മുറിയുന്നതിനെ അവൾ പ്രതീക്ഷിക്കണം. രക്തം 16-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യത്തെ ഒരു ദിവസം ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലെയും നിസ്കാരം ഖളാ വീട്ടണം. പിന്നീട് വരുന്ന മാസങ്ങളിൽ ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഇബാദത്തുകൾ ഉപേക്ഷിക്കാൻ പാടുള്ളൂ.